ഹായ് ഹലോ, എൻ്റെ സ്വന്തം നാട്ടിലെ ചെള്ളത്ത് മടപ്പൂരിലെ ഉത്സവ വിശേഷങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോ ഇടുന്നത്. ഉത്സവം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്, കുറച്ചൊന്ന് ലേറ്റ് ആയിപ്പോയി കേട്ടോ. അങ്ങനെ ഇത് ക്ഷേത്രത്തിലെത്തി. എൻ്റെ മുത്തപ്പൻ്റെ സ്ഥലമാണ്. മുത്തപ്പൻ വെള്ളാട്ടൊക്കെ കഴിഞ്ഞ് എല്ലാവരും നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നതാണ്. നല്ല ക്യൂ ആട്ടോ. അപ്പോൾ മുത്തപ്പൻ്റെ നേർച്ച കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഇപ്പുറത്ത് വേറെ തിറകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കാണുവാണ്. അങ്ങനെ കുട്ടിച്ചാത്തൻ്റെ കണ്ടു. അതിനുശേഷം കുഞ്ഞൻ തെയ്യത്തിൻ്റെ തിറയും കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് കഴിയുമ്പോൾ പിന്നെ ഫുഡിൻ്റെ ഏകദേശം നല്ല ക്യൂ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ വേഗം പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിന്നതാണ്. കഴിഞ്ഞ കൊല്ലം നല്ല ലേറ്റ് ആയിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ക്യൂ നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ടായി. അതുകൊണ്ട് ഇത്തവണ കുറച്ച് നേരത്തെ തന്നെ വേഗം പോയി അങ്ങ് ക്യൂ നിന്ന് കേട്ടോ. അങ്ങനെ നല്ലൊരു അടിപൊളി സദ്യ തന്നെയായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, അമ്പലത്തിലെ ഈ ഒരു സദ്യ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. നല്ലൊരു അടിപൊളി പായസം ഉണ്ടാവില്ലേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം ഒന്ന് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. വീട് തൊട്ടടുത്ത് തന്നെയാണ്. അങ്ങനെ വീട്ടിൽ പോയി പിന്നെ തിരിച്ചു വന്നപ്പോൾ ഞാൻ ആ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേത് ഭയങ്കര ചൂടായിരുന്നേ. അതുകൊണ്ട് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഞങ്ങൾ വന്നേ. അത് കഴിഞ്ഞ് പിന്നെ ഭഗവതിയുടെ തെയ്യായിരുന്നു കേട്ടോ. ഭഗവതി മുടിയൊക്കെ വെച്ചു. ഇനി മുത്തപ്പൻ്റെ വെള്ളാട്ടം ഉണ്ട്. ആ ഒരു വെള്ളാട്ടം കാണാനൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ മുത്തപ്പൻ്റെ പ്രസാദവും കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്കും കിട്ടി കേട്ടോ ഒരു പ്രസാദത്തിൻ്റെ ഒരു കെട്ട്. അങ്ങനെ അതും അതിൻ്റെ ഇടയിൽ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല റഷ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പക്ഷേ കാണിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ പൊക്കി നോക്കി, പക്ഷേങ്കിൽ അത്രയും പൊങ്ങുന്നുണ്ടായിരുന്നു. കാരണം ഭയങ്കര തിക്കും തിരക്കായിരുന്നേ. അങ്ങനെ വെള്ളാട്ടം കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് കാര്യമായ നമ്മുടെ സ്വന്തം തിറയുണ്ട്, പോതിത്തിറ. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ ഇത്രയും സമയം മുന്നേ തന്നെ തടിച്ചു കൂടിയിരിക്കുന്നത് കേട്ടോ. കാരണം ആ ഒരു തെറേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് വേറെ ലെവൽ തന്നെയാണ്. നമ്മുടെ മുത്തപ്പനുള്ള സ്ഥലത്തൊക്കെ ഈ ഒരു തെറയുണ്ടാവും. അങ്ങനെ ഞങ്ങളുടെ പോതി ഇതേ കെട്ടി ഏകദേശം പകുതിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹമൊക്കെ നേടിയിട്ട് അത് മുടിയൊക്കെ വെച്ചിട്ട് പിന്നെ ഒരു വരുത്ത് വരാനുണ്ട് കേട്ടോ. ആ ഒരു പോതി തെറ കംപ്ലീറ്റ് ആയിട്ടുള്ളത്, കംപ്ലീറ്റ് അല്ല ഓൾമോസ്റ്റ് കുറച്ചായിട്ടുള്ളത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണേണ്ടവർ അത് ജസ്റ്റ് ഒന്ന് കയറി കണ്ടു കേട്ടോ. അങ്ങനെ പോതിയുടെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ലൈറ്റും കാര്യമൊക്കെ ആയി. ഇനി അങ്ങോട്ടേക്ക് പോതിയുടെ വിളയാട്ടം തന്നെ വേണേൽ പറയാം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ആ ഒരു മേളത്തോട് കൂടിയിട്ടുള്ള ഈ ഒരു പോതിൻ്റെ ആ ഒരു ഇത് കാണാനായി. അത് കണ്ടറിഞ്ഞവർക്ക് മനസ്സിലാവൂ ഇതിൻ്റെ ഹരം എത്രത്തോളം ഉണ്ടെന്നുള്ളത് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണേണ്ടിയിട്ടാണ് ഭഗവതിയുടെ തെയ്യം പോലും ശരിക്കും ഒന്ന് കാണാൻ പറ്റാണ്ട് ഇവിടെ ആദ്യമേ വന്ന് സ്ഥാനം പിടിക്കുന്നത് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് ഈ ഒരു തിറ കാണാൻ പറ്റത്തുള്ളൂ. കാരണം അത്രയും ഭംഗിയാണ് ഇത് കാണാനായിട്ട്. പിന്നെ എന്താ പറയുക, എല്ലാവരും ചുറ്റുമുള്ള എല്ലാവരും ഇതിനൊപ്പം തന്നെ ഡാൻസ് കളിക്കും. ഭയങ്കര തുള്ളിക്കളിയായിരിക്കും. നമ്മുടെ ഈ ഒരു ചെള്ളത്തിലുള്ള ഏറ്റവും പ്രത്യേകമായിട്ടുള്ളൊരു തെയ്യം തന്നെയാണ് കേട്ടോ ഇത്. പക്ഷെ അതൊന്നും എനിക്ക് കൂടുതലായിട്ട് ക്യാമറയിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത്രയും റഷ്യൻ ഇടയിൽ ക്യാമറയും പൊക്കി പിടിച്ചിട്ട് ബാക്കിലൊക്കെ വീഡിയോ എടുക്കുക എന്നുള്ളത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഇത് ഓടി ഇങ്ങ് വരും. അപ്പോൾ ഇത് അങ്ങനെ വന്നതാണ്. നമ്മുടെ പെട്ടെന്ന് എൻ്റെ ക്യാമറേൻ്റെ മുന്നിലേക്ക് തന്നെയാട്ടോ ഇത് വന്നത്. അങ്ങനെ പോതി തറേൻ്റെ ഇടയിൽ നമ്മുടെ കണ്ടകർണനും കയറിയിട്ട് നല്ല രീതിക്ക് തന്നെ തുള്ളുന്നുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ എന്താ പറയുക, നല്ല രീതിക്ക് നമ്മുടെ ഇപ്രാവശ്യത്തെ ചെള്ളത്തെ ഉത്സവം അങ്ങനെ അങ്ങ് കഴിയുകയാണ്. ഈ ഒരു തറയോട് കൂടിയിട്ട് നമ്മുടെ ഈ കൊല്ലത്തെ ചെള്ളത്തിൻ്റെ ഉത്സവം കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത കൊല്ലം വീണ്ടും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ നാട്ടിലെ ചെള്ളത്തിലെ ഉത്സവ വിശേഷങ്ങൾ.